എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 44-ാമത്തെ സർഗത്തിൽ 16 മുതൽ 23 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിക്കാൻ പോണത്. 23-ാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട് ഈ സർഗം അവസാനിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയ കഥ എന്ന് പറഞ്ഞാൽ, ഭഗീരഥൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഗംഗാവതരണവും അതുപോലെ തന്നെ തൻ്റെ പിതൃക്കൾക്കുള്ള ശ്രാദ്ധമൂട്ടലൊക്കെ നടത്തി. അപ്പോൾ ബ്രഹ്മാവ് വന്ന് അനുഗ്രഹിച്ച കഥയൊക്കെയാണ് പറഞ്ഞത്. അതിനുശേഷം എന്തൊക്കെയാണ്, അതായത് ബ്രഹ്മാവ് പറഞ്ഞിരുന്നു ഭഗീരഥനോട് ആ ജലത്തിൽ കുളിച്ച് തർപ്പണം ചെയ്യാൻ പറഞ്ഞിരുന്നു, ഗംഗാജലത്തിൽ. അതൊക്കെ ചെയ്യണ കഥകളാണ് ഇനി വരുന്നത്. നമുക്ക് ആദ്യം 16-ാമത്തെ ശ്ലോകം നോക്കാം. ഇത്യേവമുക്ത്വാ ദേവേശ സർവലോകപിതാമഹ യഥാഗതം തഥാ ഗച്ഛത് ദേവലോകം മഹായശാഃ. ഇത്യേവം ഉക്ത്വാ ദേവേശ, ഇപ്രകാരമൊക്കെ പറഞ്ഞിട്ട് ദേവേശൻ ബ്രഹ്മാവ്, ഭഗവാൻ ബ്രഹ്മദേവൻ എന്തു ചെയ്തു? സർവലോക പിതാമഹ, സർവലോകത്തിനും പിതാമഹനായിട്ടുള്ള, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചിട്ടുള്ള ആ ഭഗവാൻ ബ്രഹ്മദേവൻ യഥാ ആഗതം തഥാ ദേവലോകം അഗച്ഛത്, മഹായശസ്വിയായിട്ടുള്ള ആ ബ്രഹ്മാവ് എപ്രകാരമാണോ വന്നത്, ബ്രഹ്മലോകത്തിൽ നിന്നും വന്നത്, അപ്രകാരം തന്നെ തിരിച്ചും പോയി. അതായത് വന്ന പോലെ തന്നെ തിരിച്ചുപോയി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഭഗീരഥനെ അനുഗ്രഹിച്ചു, എല്ലാ തരത്തിലുമുള്ളതായ കടങ്ങൾ, പിതൃക്കൾക്കുള്ള ഋണങ്ങളൊക്കെ വീട്ടാൻ ഈ ഗംഗയിൽ മുങ്ങി കുളിക്കാനൊക്കെ പറഞ്ഞ് അനുഗ്രഹങ്ങളൊക്കെ കൊടുത്ത്, ഗംഗാനദി നിൻ്റെ മൂത്ത മകളാവും എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് അപ്രത്യക്ഷനായി എന്നർത്ഥം. എന്നിട്ട് അതിനുശേഷം 17-ാമത്തെ ശ്ലോകം നോക്കാം. ഭഗീരഥസ്തു രാജർഷി കൃത്വാ സലിലമുത്തമം യഥാക്രമം യഥാന്യായം സാഗരാണാം മഹായശാഃ. അടുത്ത ശ്ലോകം കൂടി ചൊല്ലാം. കൃതോദകശുചീ രാജാ സ്വപുരം പ്രവിവേശഃ സമൃദ്ധാർത്ഥോ നരശ്രേഷ്ഠ സ്വരാജ്യം പ്രശശാസഃ. ഭഗീരഥനാകട്ടെ, ആ രാജർഷി ഭഗീരഥ തു, രാജർഷിയായിട്ടുള്ള ഭഗീരഥൻ ഉത്തമം സലിലം കൃത്വ, വളരെ വേണ്ട വിധത്തിൽ, ഉത്തമം എന്നുള്ളതിന് ആ രീതിയെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്, വേണ്ട പോലെ തന്നെ സലിലം കൃത്വ, സലിലം ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ഉദകക്രിയകളൊക്കെ നടത്തിയിട്ട്, തൻ്റെ പൂർവ്വ പിതാമഹന്മാർക്കൊക്കെ തന്നെ ഉദകക്രിയകൾ നടത്തിയിട്ട്, അത് യഥാക്രമം യഥാന്യായം സാഗരാണാം മഹായശാഃ, സാഗരന്മാർക്ക്, അതായത് സഗരപുത്രന്മാർക്ക് എല്ലാവർക്കും യഥാക്രമം യഥാന്യായം, ക്രമമനുസരിച്ച് മൂത്തവർ മുതൽ താഴെയുള്ള ആൾക്ക് വരെ വേണ്ട പോലെ ശാസ്ത്രത്തിൽ എപ്രകാരമാണോ പറഞ്ഞു വച്ചിരിക്കുന്നത് അപ്രകാരത്തിലൊക്കെ തന്നെ ശ്രാദ്ധമൂട്ടി അല്ലെങ്കിൽ തർപ്പണം ചെയ്തിട്ട്, കൃതോദക ശുചീരാജ, അങ്ങനെ ഉദകക്രിയകളെല്ലാം ചെയ്തു തീർത്ത് സന്തോഷത്തോടു കൂടിയ ആ മഹാരാജാവ് ഭഗീരഥൻ ശുചിയായിട്ട്, ശുചി എന്ന് പറഞ്ഞാൽ വിശുദ്ധനായിട്ട്, കടങ്ങളൊന്നും ബാക്കിയില്ലാതെ എല്ലാ പിതൃക്കൾക്കും തർപ്പണം ചെയ്തതിൻ്റെ സന്തോഷത്തോടും അതുപോലെ തന്നെ മനസ്വാസ്ഥ്യത്തോടും കൂടിയിട്ട് സ്വപുരം പ്രവിവേശ, സ്വന്തം കൊട്ടാരത്തിലേക്ക്, അയോധ്യ നഗരത്തിലേക്ക് പോയി. ഇതൊക്കെ സംഭവിച്ചത് പാതാളത്തിലും ഒക്കെയാണല്ലോ. ഗംഗാനദിയെ കൊണ്ടുവരാൻ പോയിട്ട് കാലം കുറേ ആയി ഇവിടുന്നൊക്കെ, അയോധ്യയിൽ നിന്നൊക്കെ പോയിട്ട്. അങ്ങനെ എല്ലാ തർപ്പണങ്ങളും കഴിഞ്ഞതിന് ശേഷം രാജാവ് തിരിച്ച് അയോധ്യയിലേക്ക് തന്നെ വന്നു. എന്നിട്ട് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് രാജ്യം ഭരിച്ചു. സമൃദ്ധാർത്ഥോ നരശ്രേഷ്ഠ സ്വരാജ്യം പ്രശശാസ, വളരെ സമൃദ്ധാർത്ഥനായി തീർന്ന രാജാവ്, സമൃദ്ധമായ അർത്ഥങ്ങളോടുകൂടിയവൻ. അർത്ഥം എന്ന് പറഞ്ഞാൽ ഫലങ്ങൾ എല്ലാം പരിപൂർണമായി ചെയ്തു തീർത്തവൻ, എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ, അതായത് ഗംഗാനദിയെ കൊണ്ടുവന്ന് തർപ്പണങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാം ഫലപ്രാപ്തിയിലേക്ക് എത്തിച്ചവനായിട്ടുള്ള ആ നരവതിയായിട്ടുള്ള രാജാവ്, അല്ലയോ നരശ്രേഷ്ഠ ശ്രീരാമ, വളരെ ഭംഗിയായിട്ട് സ്വരാജ്യം പ്രശശാസാഹ, തൻ്റെ രാജ്യം ഭരിക്കുകയും ചെയ്തു, നന്നായി ഭരിച്ചു. ഇത്രയും കാലം രാജ്യത്ത് ഉണ്ടായിരുന്നില്ല, മന്ത്രിമാരെയൊക്കെ ഏൽപ്പിച്ചിട്ടായിരുന്നു പോയിരുന്നത്. തിരിച്ചു വന്നിട്ട് വേണ്ട പോലെ വളരെ ഭംഗിയായിട്ട് രാജ്യം ഭരിക്കുകയും ചെയ്തു. അപ്പോൾ ജനങ്ങൾക്കൊക്കെ സന്തോഷമായി. അതാണ് 19-ാമത്തെ ശ്ലോകത്തിൽ പ്രമുമോദ ചലോകസ്തം നൃപമാസാദ്യ രാഘവ
നഷ്ടശോകസമൃദ്ധാർത്ഥോ ബഭൂവ വിഗതജ്വര. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ജനങ്ങളെല്ലാവരും തന്നെ അത്യധികം സന്തുഷ്ടരായി. അതാണ് പ്രമുമോദജ ലോകസ്ഥം നൃപം ആസാദ്യ. ഹേ രാഘവ, അല്ലയോ ശ്രീരാമ, തം നൃപം ആസാദ്യ. ആ മഹാനായിട്ടുള്ള അധ്വാനശീലം ഉള്ളവനായിട്ടുള്ള ആ ഭഗീരഥനെ രാജാവായിട്ട് കിട്ടിയിട്ട് ജനങ്ങളൊക്കെ തന്നെ ലോകഹ പ്രമുമോദ, ലോകം മുഴുവനും ആ അയോധ്യാപുരിയിലെ ജനങ്ങളെല്ലാവരും തന്നെ പ്രമുമോദ എന്ന് വെച്ചാൽ വളരെയധികം സന്തോഷിച്ചു. അവർക്കും എന്തനുഭവപ്പെട്ടു? നഷ്ടശോക സമൃദ്ധാർത്ഥ വിഗതജ്വര ബഭൂവ. ലോകം മുഴുവനും, അതായത് ആ രാജ്യത്തെ ജനങ്ങളൊക്കെ ദുഃഖങ്ങളെല്ലാം മറന്ന് എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ നടന്ന്, അതാണ് സമൃദ്ധാർത്ഥം. അത് തൊട്ടു മുമ്പുള്ള ശ്ലോകത്തിൽ ഭഗീരഥനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, സമൃദ്ധാർത്ഥനായി തീർന്നു, അർത്ഥങ്ങളൊക്കെ സമൃദ്ധമായി, എല്ലാ കാര്യങ്ങളും ഫലപ്രാപ്തിയിലെത്തി എന്നൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ഫലങ്ങളിലേക്ക് എത്തിച്ചേർന്നു. എല്ലാം വേണ്ടതുപോലെ ചെയ്തു തീർത്തു. മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ ദുഃഖങ്ങളും മറന്നവരായിട്ട് വിഗതജ്വര, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല, മാനസികമായിട്ടുള്ള വ്യാധികൾ എല്ലാം അകന്നുപോയി. അതാണ് വിഗതജ്വര. അങ്ങനെ ആയി തീർന്നു അയോധ്യയിലെ ജനങ്ങളെല്ലാവരും. ബഭൂവ, അങ്ങനെയായി ഈ ഭഗീരഥൻ്റെ ഭരണത്തോടു കൂടിയിട്ട്. അങ്ങനെ ആ കഥ അവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് വിശ്വാമിത്രൻ പറയാണ്, ഏഷതേ രാമഗംഗായ വിസ്തരോഭിഹിതോ മയാ സ്വസ്തി പ്രാപ്നുഹി ഭദ്രം തേ സന്ധ്യാകാലോതിവർത്തതേ. ഹേ രാമ, അല്ലയോ ശ്രീരാമ, ഏഷ ഗംഗായാഹ വിസ്തരഃ മയാ അഭിഹിതഃ. തേ, നിനക്ക് വേണ്ടിയിട്ട്, അല്ലയോ ശ്രീരാമ, അങ്ങേക്ക് വേണ്ടിയിട്ട് ഞാൻ ഗംഗാനദിയുടെ വരവ് അതിനെ പറ്റിയിട്ട് വളരെ വിസ്തരിച്ച് പറഞ്ഞു തന്നിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കും ഭൂമിയിൽ നിന്ന് പാതാളത്തിലേക്കുമായി ആ സ്വർഗംഗ എങ്ങനെയാണ് എത്തിയത്, ത്രിപഥകയായത് എങ്ങനെയാണ് എന്നുള്ള കഥ ഞാൻ വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വിസ്തരോ അഭിഹിത, വിസ്തരേണ അഭിഹിത, അല്ലെങ്കിൽ ആ ഗംഗായാഹ വിസ്തര, ഗംഗയെ പറ്റിയിട്ടുള്ള കഥകളെല്ലാം, ആ വിസ്താരങ്ങളെല്ലാം അഭിഹിത പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല സ്വസ്തി പ്രാപ്നുഹി, ഇനി സുഖമായിട്ടിരിക്കൂ, ഭദ്രം തേ, നിനക്ക് മംഗളങ്ങളൊക്കെ ഭവിക്കട്ടെ, സന്ധ്യാകാലഹ തേ അതിവർത്തതേ. അതാ സന്ധ്യ തീരാറായി, സന്ധ്യാസമയം വരുമ്പോൾ സന്ധ്യാവന്ദനാദികളൊക്കെ ചെയ്യണം. പിന്നെ രാത്രിയിലത്തെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങണമല്ലോ. അപ്പോൾ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റില്ല, ഇനി കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് സന്ധ്യയാവാറായി, വേഗം തന്നെ സന്ധ്യാവന്ദനാദികളൊക്കെ ചെയ്തിട്ട് ഉറങ്ങാനുള്ള, ഭക്ഷണം കഴിച്ച് ഉറങ്ങാനുള്ള വഴി നോക്കിക്കോളൂ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അതാണ് സ്വസ്തി പ്രാപ്നുഹി ഭദ്രം തേ, നിനക്ക് മംഗളങ്ങൾ ഭവിക്കട്ടെ, സന്ധ്യാകാലഹ അതിവർത്തതെ, സന്ധ്യ തീരാറായി, എത്രയും വേഗം തന്നെ സന്ധ്യാവന്ദനാദികളൊക്കെ ചെയ്യേണ്ടതുണ്ട്, ചെല്ലൂ എന്ന് പറയാണ്. എന്നിട്ട് ഈ ഗംഗയുടെ ആ കഥ പറയുന്നവർക്കുണ്ടാകുന്ന പുണ്യങ്ങളെ പറ്റി പറയാണ്. ധന്യം യശസ്യമായുഷ്യം പുത്ര്യം സ്വർഗ്യമഥാപിച യശ്രാവയതി വിപ്രേഷു ക്ഷത്രിയേഷ്വിതരേഷു ച. 21ാമത്തെ ശ്ലോകമാണ്. ഈ ഒരു കഥയുണ്ടല്ലോ, ആ കഥ യഹ ശ്രാവയതി, ആരാണോ പറഞ്ഞു കൊടുക്കുന്നത്, പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഏതൊരു കഥ? ധന്യം യശസ്യം ആയുഷ്യം പുത്ര്യം സ്വർഗ്യം, അങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള ഈ കഥ, എല്ലാ നല്ല കാര്യങ്ങളും സാധിപ്പിച്ചു തരുന്ന കഥയാണ് ഗംഗാവതരണ കഥ. ധന്യമായിട്ടുള്ളത്, ധന്യം എന്നുള്ളതിന് മംഗളമായിട്ടുള്ളത്, സ്വസ്തിയായിട്ടുള്ളത് എന്നൊക്കെ അർത്ഥമുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ധനസംബന്ധിയായിട്ടുള്ള എന്നുള്ള അർത്ഥവും പറഞ്ഞു കാണാനുണ്ട്. ധാരാളം ധനം സമ്പാദിച്ചു തരുന്ന, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഈ കഥ പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക്. അതുപോലെ യശസ്സുണ്ടാവും, നല്ല കീർത്തി ഉണ്ടാവും, ആയുസ്സുണ്ടാവും, ദുർമരണങ്ങൾ അസുഖങ്ങളൊക്കെ ഒഴിഞ്ഞു പോവും. അതുപോലെ നല്ല മക്കളെ കിട്ടും, പുത്ര്യം, മക്കളുണ്ടാകുന്നതായ ഈ കഥ കേട്ടാൽ സത്പുത്രന്മാർ അല്ലെങ്കിൽ സത്സന്താനങ്ങൾ ഉണ്ടാവും. അതുപോലെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ളതായ ഈ ഗംഗാവതരണം എന്നു പേരുള്ള കഥ. യഹാ ശ്രാവയതി, ആരാണോ പറഞ്ഞു കൊടുക്കുന്നത്, ആർക്കാ പറഞ്ഞു കൊടുക്കുന്നത്? വിപ്രേഷു ക്ഷത്രിയേഷു ഇതരേഷു ച,
ബ്രാഹ്മണർക്കായിക്കോട്ടെ ക്ഷത്രിയർക്കായിക്കോട്ടെ മറ്റുള്ള ആർക്കായാലും, ഇന്ന ജാതി മതമൊന്നുമില്ല, ബ്രാഹ്മണരെ ക്ഷത്രിയരെന്ന് ആദ്യമേ എണ്ണീന്നേ ഉള്ളൂ, ബാക്കി ആരായാലും വേണ്ടില്ല, ആര് കേട്ടാലും വേണ്ടില്ല, ആരെ കേൾപ്പിച്ചാലും വേണ്ടില്ല, ആർക്കായാലും പറഞ്ഞു കൊടുക്കണം. കഥകൾ, ഏറ്റവും പുണ്യമായിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് എല്ലാവർക്കും ഈ കഥ ആരാണോ പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹത്തിന് എല്ലാ നന്മകളും സംഭവിക്കും. ഈ കഥ അങ്ങനെയുള്ളതാണ്. ധനമുണ്ടാക്കുന്നതാണ്, യശസ്സുണ്ടാക്കുന്നതാണ്, ആയുസ്സുണ്ടാക്കുന്നതാണ്, സത്സന്താനങ്ങളെ ഉണ്ടാക്കുന്നതാണ്, സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതാണ്. അതാണല്ലോ ഈ സഗരപുത്രന്മാരെ ഗംഗ സ്വർഗത്തിലേക്ക് എത്തിച്ചു. അപ്പോൾ കഥ പറയുന്നവർക്കും സ്വർഗപ്രാപ്തി ഉണ്ടാവും. അങ്ങനെയുള്ളതായ ഈ ഒരു കഥ ആരാണോ ജനങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആ ആൾക്ക് എന്താണ് ഉണ്ടാവുക? അതാണ് 22-ാമത്തെയും 23-ാമത്തെയും ശ്ലോകത്തിൽ ഒരുമിച്ച് ചൊല്ലാം. പ്രിയന്തേ പിതരസ്തസ്യ പ്രിയം തേ ദേവതാനി ച ഇദമാഖ്യാനമവ്യഗ്രം ഗംഗാവതരണം ശുഭം യശൃണോതി ജഗാഗുത്സ്ഥ സർവാൻ കാമാനവാപ്നുയാത് സർവേ പാപാഃ പ്രണശ്യന്തി ആയുഃ കീർത്തിശ്ച വർദ്ധതേ. ആ ആള് ആരാണോ ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അവരോട് പ്രിയന്തേ പിതരഹ തസ്യ പിതരഹ പ്രിയന്തേ, ആ ആളുടെ പിതൃക്കള്, പൂർവ്വ പിതാമഹന്മാര് എല്ലാവരും തന്നെ അവനിൽ സന്തോഷിക്കുന്നു, അവന് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നു. ആരാണോ ഈ കഥകളൊക്കെ പറയുന്നത് അവരെ അനുഗ്രഹിക്കുന്നു. മാത്രമല്ല, പിതൃക്കളെ മാത്രമല്ല, ദേവതാനിജ എല്ലാ ദേവന്മാരും അവനോട്, ആ ആളോട്, ആരാണോ കഥ പറഞ്ഞു കൊടുക്കുന്നത് അവരെ അനുഗ്രഹിക്കുന്നു, അവരിൽ പ്രസാദിക്കുന്നു. പ്രിയന്തേ എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്, അവരിലൊക്കെ പ്രസാദിക്കുന്നു. അങ്ങനെയുള്ളൊരു കഥയാണിത്. ഇതമാഖ്യാനം അവ്യഗ്രം ഗംഗാവതരണം ശുഭം യശൃണോതി. ഇനി പറയണവർക്ക് ഇത്രയധികം ഗുണഗണങ്ങളുണ്ട്, കേൾക്കണവർക്കും അതേപോലെ തന്നെയാണ്. ഈ കഥ ഗംഗ ഭൂമിയിലേക്ക് വന്നതായ, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് പാതാള ലോകത്തിലേക്ക് എത്തിച്ചേർന്നതായിട്ടുള്ള ഈ കഥ ആരാണോ ശ്രദ്ധയോടുകൂടിയിട്ട്, വളരെ കൂർമ്മബുദ്ധിയോട് കൂടിയിട്ട്, ഒരു ഭാഗം പോലും വിടാതെ കേൾക്കുന്നത്, ശ്രദ്ധിക്കുന്നത്, അവ്യഗ്രം ഇതം ആഖ്യാനം യഹ ശൃണോതി. ഇവിടെ അവ്യഗ്രം എന്നുള്ളതിന് വളരെ വ്യഗ്രതയോടുകൂടി എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞു കാണുന്നത്, അല്ലാതെ വ്യഗ്രത ഇല്ലാതെ എന്നല്ല. വളരെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ആരാണോ കേൾക്കുന്നത് ആ ആള് സർവാൻ കാമാൻ അവാപ്നുയാത്, അയാൾക്ക് എല്ലാ കാമങ്ങളും ലഭിക്കുന്നു. എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, സർവേ പാപാഹ പ്രണശ്യന്തി, കേൾക്കുന്നവരുടെ പാപങ്ങളൊക്കെ നശിക്കുന്നു, ആയുസ്സും കീർത്തിയും വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഗംഗാകഥ, ഗംഗയുടെ അവതരണത്തിൻ്റെ, ഭൂമിയിലേക്കും പാതാളത്തിലേക്കും പോയ കഥ എല്ലാവരും കേൾക്കേണ്ടതാണ്. പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരേപോലെ ധന്യതയും അതുപോലെ ധനപ്രാപ്തിയും ആയുസ്സും കീർത്തിയും പാപനാശനവും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രയോജനം ഉണ്ടാക്കി തരുന്നതായിട്ടുള്ള ഈ ഒരു കഥ വളരെ വിശേഷപ്പെട്ട കഥയാണ്. അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്, എല്ലാവരും അത് കേൾക്കുകയും അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്യേണ്ടതാണ് എന്നാണ് വിശ്വാമിത്രൻ ശ്രീരാമനോട് പറയണത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ചൊല്ലി നോക്കാം. ഇത്യേവമുക്ത്വാ ദേവേശ സർവലോകപിതാമഹ യഥാഗതം തഥാ ഗച്ഛത് ദേവലോകം മഹായശാഃ ഭഗീരഥസ്തു രാജർഷി കൃത്വാ സലിലമുത്തമം യഥാക്രമം യഥാ ന്യായം സാഗരാണാം മഹായശാഃ കൃതോദഗശുചീ രാജാ സ്വപുരം പ്രവിവേശഃ സമൃദ്ധാർത്ഥോ നരശ്രേഷ്ഠ സ്വരാജ്യം പ്രശശാസഃ പ്രമുമോദ ച ലോകസ്ഥം നൃപമാസാദ്യ രാഘവ നഷ്ടശോകഃ സമൃദ്ധാർത്ഥോ ബഭൂവ വിഗതജ്വര ഏഷ തേ രാമഗംഗായാ വിസ്തരോഭിഹൃതോ മയാ സ്വസ്തി പ്രാപ്നുഹി ഭദ്രം തേ സന്ധ്യാകാലോതിവർത്തതേ ധന്യം യശസ്യമായുഷ്യം പുത്ര്യം സ്വർഗ്യമഥാപി ച യശ്രാവയതി വിപ്രേഷു ക്ഷത്രിയേഷ്വിതരേഷു ച പ്രിയന്തേ പിതരസ്തസ്യ പ്രിയന്തേ ദേവതാനി ച ഇദമാഖ്യാനമവ്യഗ്രം ഗംഗാവതരണം ശുഭം യശൃണോതി ജഗാഗുത്സ്ഥ സർവാൻ കാമാനവാപ്നുയാത് സർവേ പാപാഃ പ്രണശ്യന്തി
ആയുഃ കീർത്തിശ്ച വർദ്ധതേ. അങ്ങനെ ഈ ഒരു കഥ കേട്ടാൽ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഒക്കെ വളരെയധികം നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാവരുടെയും പാപങ്ങൾ നശിക്കും, എല്ലാവർക്കും ആയുസ്സും കീർത്തിയും ഒക്കെ ഉണ്ടാവും എന്ന് തന്നെയാണ് വിശ്വാമിത്രൻ ശ്രീരാമനോട് പറയണത്. സുന്ദരമായിട്ടുള്ള കഥ നമ്മൾ ഇതുവരെ പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ കനിഞ്ഞനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകങ്ങളെല്ലാം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.